ഇനി നമ്മൾ 15ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ 15ാമത്തെ ചോദ്യം ഇതാണ്. ലെറ്റ് ദ സർക്കിൾ സി ബി ദ ഇമേജ് ഓഫ് ദ ലൈൻ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ആക്ച്വലി ഇത് കോണിക് സെക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താം, കാരണം സർക്കിളിന്റെ കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ അപ്പൊ ചോദ്യം ഇതാണ്. ലെറ്റ് ദ സർക്കിൾ സി, ഒരു സർക്കിൾ ഉണ്ട് സി, ബി ദ ഇമേജ് ഓഫ് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ട്. ആ സർക്കിളിന്റെ ഇമേജ് ആണ് മറ്റേ സർക്കിൾ സി ഇൻ ദ ലൈൻ. ഒരു മിറർ ഇമേജ്, ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്, ആ ലൈനിന്റെ ഓപ്പോസിറ്റ്. ആൻഡ് എ ബി ദ പോയിന്റ് ഓൺ സി സച്ച് ദാറ്റ് ഒ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് എ ലൈസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ സെന്റർ ഓഫ് ഒ. നമുക്ക് അതൊന്ന് വരച്ച് നോക്കാം, അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. റെഡി? അപ്പൊ ആദ്യം നമ്മളോട് പറയുന്നത് ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ ഒരു ലൈനും ഉണ്ട്. ഓക്കെ, ഒരു സർക്കിൾ ഒരു ലൈനും ഉണ്ട്. ഈ സർക്കിളിന്റെ മിറർ ഇമേജ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സർക്കിളിന്റെ മിറർ ഇമേജ് ആയിരിക്കും നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്ന സർക്കിൾ. റെഡി? സോ അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ ഇത് മിറർ ഇമേജ്, മിറർ ഇങ്ങനെ കാണിക്കാം വേണമെങ്കിൽ. ഓക്കെ, സോ അപ്പൊ ഇതാണ് സി എന്ന് പറഞ്ഞ നമ്മുടെ സർക്കിൾ. ഓക്കെ ആണല്ലോ? സോ അപ്പൊ ഇവിടെ ഈ സർക്കിളിന്റെ ഇക്വേഷൻ ഈ തന്നിരിക്കുന്നത് എന്ത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x പ്ലസ് 4y മൈനസ് 4 ഈക്വൽ ടു 0. സോ അപ്പൊ ഈ സർക്കിളിന്റെ സെന്റർ എന്തായിരിക്കും, റേഡിയസ് എന്തായിരിക്കും നമുക്കറിയാം. 2g മൈനസ് 2 ആണ്, 2f 4 ആണ്. സോ g നമുക്ക് മൈനസ് 1 കിട്ടും, അതുപോലെ തന്നെ എഫ് നമുക്ക് 2 കിട്ടും. സോ സെന്റർ വരുമ്പോൾ മൈനസ് g മൈനസ് എഫ് വരുമ്പോൾ 1, മൈനസ് 2 ആയിരിക്കും അല്ലെ? സോ ഇതിന്റെ സെന്റർ 1, മൈനസ് 2 കിട്ടും. റേഡിയസ് എങ്ങനെ കിട്ടും, റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ മൈനസ് സി. സോ അത് 1, 2 സ്ക്വയർ തന്നെ ഇവിടെ മൈനസ് 4 ആണ്. സോ അത് പ്ലസ് വരും. സോ 9 കിട്ടും, റൂട്ട് 9 വരും. സോ നമുക്കത് 3 കിട്ടും. സോ ഇതിന്റെ റേഡിയസ് നമുക്ക് എത്രയായിരിക്കും വരുന്നത്, 3 ആയിരിക്കും. സോ സെന്റർ നമുക്ക് 1, മൈനസ് 2 റേഡിയസ് നമുക്ക് 3 കിട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ചെയ്യാനായിട്ട്? ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല അല്ലെ? സോ ഇനി ഈ ലൈനിലാണ് നമ്മൾ മിറർ ഇമേജ് നോക്കുന്നത്. സോ ആ ലൈൻ 2x മൈനസ് 3y പ്ലസ് 5 ഈക്വൽ ടു 0 എന്നാണ്. ക്ലിയർ ആണോ മക്കളെ? സോ അപ്പൊ സെന്ററും കിട്ടി, റേഡിയസും കിട്ടി. സോ ഇനി ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനിന് ഇത് റിഫ്ലക്ഷൻ വരുന്നുണ്ട്. സോ ഇത് നമുക്ക് സെന്റർ കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോ ഈ ഒരു സർക്കിളിന്റെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കത്തില്ലേ, നമുക്ക് ഫോർമുല ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെ? സോ അപ്പൊ ആ ഫോർമുല യൂസ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനകത്തെ കോൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. സോ ഇത് സ്ട്രെയിറ്റ് ലൈനകത്ത് നമുക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ കോൺസെപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് കോണിക് സെക്ഷനിനകത്തും വേണമെങ്കിൽ സർക്കിളിന്റെ കേസും പറയാം കേട്ടോ. ഓക്കെ, സോ അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം. സോ അപ്പൊ നമുക്ക് ഫോർമുല പ്രകാരം എന്ത് ചെയ്യാം നോക്കിക്കാം മക്കളെ. സോ ഇതാണ് നമ്മുടെ മിറർ റിഫ്ലക്ഷൻ ഓഫ് 1, മൈനസ് 2 എബൌട്ട്. ഓക്കെ, എബൌട്ട് 2x മൈനസ് 3y പ്ലസ് 5 ഈക്വൽ ടു 0. സോ നമുക്ക് എങ്ങനെ എഴുതാം, x മൈനസ് 1/2 ഈക്വൽ ടു y plus 2 minus 3 equal to minus 2 into 2 plus 6 plus 5 divided by 13 വരും അല്ലെ? സോ ദിസ് ഈക്വൽ ടു മൈനസ് 2. ദെൻ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് x ഈക്വൽ ടു മൈനസ് 3 എന്നും ദെൻ y ഈക്വൽ ടു നിങ്ങൾക്ക് 4 എന്നും ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈനസ് 3ഉം 4ഉം കിട്ടും. അപ്പൊ ഇത് നമുക്ക് കിട്ടി. സോ നമുക്ക് ഇക്വേഷൻ ഓഫ് സർക്കിൾ, നമുക്ക് ഈ പുതിയ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം, സി എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ അപ്പം ഇക്വേഷൻ ഓഫ് സർക്കിൾ സി. ഓക്കെ, സർക്കിൾ സി എഴുതുവാണ്. സോ എന്ത് കിട്ടും, സിന്റെ ഇക്വേഷൻ എക്സ് മൈനസ്, സോ അപ്പം എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. റേഡിയസ് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അത് നമുക്ക് എത്ര കിട്ടും, 9 കിട്ടും. സോ അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ പുതിയ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ആ സർക്കിൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, സോ അതാണ് ഞാൻ ഇപ്പോൾ വരച്ചു വെച്ചേക്കുന്നത്. സോ ഇനി എന്താ പറയുന്നത്, അതെല്ലാം നമ്മൾ പറഞ്ഞു. എന്നിട്ട് എ ബി ദ പോയിന്റ് ഓൺ സി. സി എന്ന് പറഞ്ഞ പുതിയ സർക്കിൾ, ഇതാണ് നമ്മുടെ പുതിയ സർക്കിൾ സി ആണ്. ഈ സി എന്ന് പറഞ്ഞ സർക്കിളിലെ പുതിയ പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. എന്നിട്ട് പറയുന്നു ഒ എ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഒ എ, അപ്പം എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒ എ പാരലൽ ടു എക്സ് ആക്സിസ്. ഒ എന്ന് പറഞ്ഞ സെന്റർ ആണെങ്കിൽ ഇത് പാരലൽ ടു എന്താണ്, എക്സ് ആക്സിസ് ആണ് അല്ലെ? സോ ഇതാണ് അപ്പോൾ ഒ, ഇതാണ് അപ്പോൾ ഒ എ. ഓക്കെ, റെഡി. അപ്പൊ എന്താ പറയുന്നത്, സി ഒ എ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് എ ലൈസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി സെന്റർ ഓഫ് സി. റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെയാണ് എ കിടക്കുന്നത്. ഓക്കെ, ഇത് സെന്റർ ഒ ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇഫ് ബി ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ പോയിന്റ് വിത്ത് ബീറ്റ ലെസ് ദാൻ 4. ഓക്കെ, ബീറ്റ ലെസ് ദാൻ 4. അപ്പൊ നമുക്കറിയാം ഇതിന്റെ സെന്റർ എത്രയാണ്,
-3 4 എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതിൽ ആൽഫ ബീറ്റ ബീറ്റ ലെസ് ദാൻ 4 വരണം. അപ്പൊ 4 ഇതാണ് 4 എങ്കിൽ ഓക്കെ, അതിനേക്കാൾ താഴെ വരുമെന്ന് പറയുമ്പോഴത്തേന് താഴേക്കായിരിക്കും, ഇവിടെ വല്ലതുമായിരിക്കും നമുക്ക് ആ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരേണ്ടത്. ഓക്കെ, സോ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഇവിടെ എഴുതുന്നു ബീറ്റ, ബി ഈസ് ആൽഫ ബീറ്റ. സോ അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു. ഓക്കെ, then lies on C such that the length of the arc of AB, okay, ഇതിന്റെ ഈ ആർക്ക്, ഓക്കെ, length of arc of AB is 1/6 of the perimeter of C. സർക്കിളിന്റെ 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ ബീറ്റ മൈനസ് √3 ആൽഫ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ടോട്ടലി 360 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ടർ, അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടും, 1/6 ആണ് പെരിമീറ്റർ വരുന്നത്. അപ്പൊ ഇത് ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും, 60 ഡിഗ്രി നമുക്ക് എഴുതാൻ പറ്റും. റെഡി അല്ലേ മക്കളെ? ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും, 60 ഡിഗ്രി, 1/6 ഓഫ് ദി പെരിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഈ റേഡിയസ് നമുക്കറിയാം, ഇത് 3 എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാരാമെട്രിക് ഫോം ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേഷൻ ഓഫ് OB ഞാൻ എഴുതാൻ പോവാണ്. എന്താണ് ഇക്വേഷൻ ഓഫ് OB, പാരാമെട്രിക് ഫോം ഉപയോഗിച്ച്. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് മൈനസ്, അപ്പൊ എക്സ് പ്ലസ് 3 ഡിവൈഡ് ബൈ കോസ്, ഇവിടുത്തെ ആംഗിൾ ഇപ്പൊ താഴോട്ടാണ് അല്ലെ, താഴോട്ടായതുകൊണ്ട് -60 ഡിഗ്രി, ദെൻ ഈക്വൽ ടു y -4 ഡിവൈഡ് ബൈ സൈൻ -60 വരും. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് 3 വരും. സോ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു 3/2 - 3 എന്നും y ഈക്വൽ ടു -3√3/2 + 4 എന്നും കിട്ടും. സോ നമുക്കിനി വേണ്ട എന്താണ്, ബീറ്റ മൈനസ് √3 ആൽഫ. ഇത് പല രീതിയിൽ ചെയ്യാം, പക്ഷെ ഞാൻ ഈ രീതിയിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നു. അപ്പൊ ഇത് ആൽഫയും ആക്ച്വലി ഇത് ബീറ്റയും ആണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് വാല്യൂ എന്ത് കിട്ടും, -3√3/2 + 4 -√3 ഇൻറ്റു ആൽഫ വരും. സോ അത് ചെയ്താൽ -3/2 ഇൻറ്റു √3 വരും. ഇത് സിംപ്ലിഫൈ നിങ്ങൾക്ക് 4 എന്ന ആൻസർ കിട്ടും കേട്ടോ. സോ ഫൈനൽ ആൻസർ നമുക്ക് 4 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, പല രീതിയിൽ ചെയ്യത് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. റെഡി?